ഹലോ, അപ്പം നല്ല ചൂട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ല കിട്ടിലൊരു ചില്ലി ചിക്കനും കൂടി ആയാലോ. നല്ല അടിപൊളി കോംബോ അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഈ ചില്ലി ചിക്കൻ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 800 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് ഇങ്ങനെ വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ എല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒരുപാട് നേരിട്ട് ഹാർഡാക്കി കളയരുത്, ഈ ഒരു രീതിക്ക് എടുക്കാം. പിന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ടെക്സ്ചർ. ഇനി ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ 2 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പകുതി സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് സവാള, ക്യാപ്സിക്കം ഇത് രണ്ടും കൂടി ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം 2 കളർ എടുത്തത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മിക്സ് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കണം. ഈ കോൺഫ്ലോർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകിപ്പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മളുടെ ചില്ലി ചിക്കൻ. വളരെ സിമ്പിളാണ്. അപ്പം നല്ല പുളിയും ഉപ്പും മധുരവും അതേപോലെ തന്നെ എരിവും എല്ലാം കൂടെ ബാലൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്കിതിനുണ്ടാവുക. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.